നമ്മളെ 4 പേരുടെ കാര്യം നമ്മൾ 4 പേരല്ലാണ്ട് 5ാമത് ഒരാളും കൂടെ അറിയുന്നുണ്ട്. അതാര്? ഇപ്പൊ ഒരു കാര്യം കാണിച്ചു തരാം. ആശിർ, നമുക്കിന്ന് ബീച്ചിൽ പോയാലാ? ഇപ്പൊ കണ്ടോ, നമ്മളൊന്ന് ബീച്ചിൽ പോയിട്ട് വരാവേ കേട്ടോ. മൈലാഞ്ചി വണ്ണ ഇപ്പൊ അവളെ വിളിച്ചറിയിക്കും നമ്മൾ ബീച്ചിലല്ല വയലിലാണ് എത്തിയത്. കണ്ടോ? ബീച്ചിലല്ല കേട്ടോ വന്നത്, വയലില്ല. പിന്നെ ഇവിടെ 38 മാവുണ്ട്, 48 തെങ്ങുണ്ട്, പിന്നെ 3 പനയുണ്ട് കേട്ടോ. ബാക്കി അപ്ഡേറ്റ് തരാവേ. എല്ലാ അപ്ഡേറ്റ് അവളെ വിളിച്ച് അപ്പ പറഞ്ഞോണ്ടിരിക്കും. പിന്നെ ഇനി നമ്മൾ എങ്ങോട്ടാണ് പോണത്? ഇനി ചിലപ്പം ഒരു മലയിൽ പോകും, ഒരു സൺറൈസ് കാണാൻ പറ്റിയ. പകലാ സൺറൈസ്. എടാ ഇതിപ്പോ അങ്ങനെ വിളിച്ച് അതേപോലെ പറയും കേട്ടോ. അപ്പൊ സൺറൈസ് കാണാൻ വേണ്ടി ഒരു മലയുടെ മണ്ടേ പോകും കേട്ടോ. ബാക്കി ഞാൻ അറിയിക്കാം കേട്ടോ. കിട്ടിയോ? ഹലോ, പോയാ? എനിക്കും പെണ്ണുള്ളതിനേട്ടാ, ഞാൻ ഇങ്ങനൊന്നും ചെയ്യൂല. ഞാനും ഇങ്ങനെ വിളിച്ചു പറയത്തില്ല. അതിന് നിനക്ക് വിളിച്ചു പറയാൻ ആരിയിരിക്കുന്നു? അതല്ലേ പറഞ്ഞ ഞാൻ വിളിച്ചു പറയത്തില്ലെന്ന്. നമ്മള് വിഷയത്തിൽ നിന്ന് തെന്നി പോണ്. എന്റെ എന്തൊക്കെ കാര്യം പെങ്കൊച്ച് അറിഞ്ഞു കാണും. നിന്നെ പറ്റി പറയാനാണെങ്കിൽ ഒരു നല്ല കാര്യം പോലും ഇല്ല. നമ്മൾ 4 പേരിൽ ഒതുങ്ങുന്ന എന്റെ ഇഞ്ചിക്കണ്ണ എന്നുള്ള പേര് പുറം ലോകം എങ്ങനെ അറിഞ്ഞു? ഇഞ്ചി കണ്ണ, ഓ കറക്റ്റ് പറയണം. നമ്മൾ ഇനി എങ്ങോട്ടാണ് പോണത്? നമ്മൾ കാക്കനാടാണ് പോണം. കാക്കനാട് എന്തിന്? കാക്കയെ പറത്താൻ. ചുമ്മാ നിന്റെ തുള്ളത്തിനെല്ലാം തുള്ളി നിൽക്കുന്ന വെച്ചാൽ എന്നെ ഒരുമാരില്ല വിലയില്ലാത്ത കാണല്ലേ. ചുമ്മാ നടന്ന് ഓരോന്നും. എടീ ചിലപ്പോ നമ്മള് കാക്കനാട് പോകും കേട്ടോ. കാക്കയെ പറത്താൻ. കഴിച്ച എന്തോ ശരിയായില്ലടാ, എനിക്ക് വയറ് ഭയങ്കര വേദന. അജിന് ഭയങ്കര വയറ് തന്നെയാണ്. ഇന്നലെ അടിപൊളി ദിവസമായിരുന്നു. അടിച്ച് വിറ്റാടി റോഡിൽ കിടന്ന് ഉരുണ്ട്. ഈ വിനായക നമ്മളെ കൂട്ടത്തിൽ കവട്ട അടിച്ച് വിറ്റായിട്ട് ബാറിൽ കയറി ബിയർ സ്വന്തമായിട്ട് തലക്കടിച്ച് പൊട്ടിച്ച് അവിടെ ബോധമില്ല കിടന്ന് അവൻ തന്നെ സ്വന്തമായിട്ട് ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ പോയി. ഞാൻ ഇപ്പൊ ജെട്ടിയൊന്നും ഇടാറില്ല, ഭയങ്കര കംഫർട്ടാ. അലയില്ലേ, അവൻ ഫ്രീ തിങ്കറാ, അവൻ ജെട്ടി ഇടൂല. കുഞ്ഞൂസെ, നമ്മുടെ സംഭാഷണം നിലനിർത്താൻ വേണ്ടി ഞാൻ ഒരു കാര്യം നിനക്ക് അയച്ചു കേട്ടോ. ഒരു അടിപൊളി വ്യൂ ഇപ്പൊ അയച്ചരാ, വാട്സാപ്പിൽ കയറി നോക്കണേ. എടി കുഞ്ഞൂസെ, അടുത്ത അപ്ഡേറ്റ് ആണ്. ഇന്ന് രാവിലെ ചമ്മന്തി കറിയായിരുന്നു ദോശയോടെ. അങ്ങനെ ആ ചമ്മന്തി കറിയിൽ നിന്ന് 3 കറിവേപ്പില കിട്ടി, 18 കടുകും. അത് 3 ഞാൻ മാറ്റി കളഞ്ഞു കേട്ടോ. ഇനി നമ്മുടെ കൂട്ടത്തിൽ അജിന്റെ ഒരു കാര്യം പറഞ്ഞ് നമുക്ക് ചിരിച്ചാലോ? ഞാൻ ഇപ്പൊ കച്ചൻ ചൊറഞ്ഞു വിളിച്ച് അപ്ഡേറ്റ്. ഞാൻ ഇന്നലെ 2 കിലോ വെളുത്തുള്ളി വീട്ടിലേക്ക് വാങ്ങിച്ചു കൊടുത്തു, അതും കൂടെ പറ. അപ്ഡേറ്റ്. ഞാൻ ഇന്നലെ റോഡിലിട്ട് 3 അട്ട ചവിട്ടി കൊന്നു. അപ്ഡേറ്റ് ചെയ്യടാ. ഞാൻ ഇന്നലെ 2 കസവിന്റെ മുണ്ട് മേടിച്ചു. അപ്ഡേറ്റ് ചെയ്യും. ഫ്രണ്ട്സിന്റെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുന്ന ഞാനൊരു കൂസനാണെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ എന്തുകൊണ്ട് ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ, ഞാൻ ഇതല്ലാതെ അവളോട് വേറൊരു കാര്യം ഇത്ര ഇൻട്രസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പ് നിലനിൽക്കാൻ നിങ്ങൾ ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കൂ.